ഗ്രാൻഡ് ഫാദറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഞാനാണ്, എല്ലാ സ്ഥലത്തോട്ടും കൊണ്ടുപോകുന്നത് ഞാനാണ്. അപ്പൊ ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ആൾക്ക് വിഷമായി. ആളെന്നോട് പറഞ്ഞു, നീ ഇവിടെ ഏതെങ്കിലും ഒരു കോളേജ് ചേർന്നോ, നിനക്ക് അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ ആളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു കോളേജിൽ, അപ്പോൾ ഈ കോളേജിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ സീറ്റ് പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അലോട്ട്മെന്റും പരിപാടികളൊക്കെ ഉണ്ടാവും. ഹലോ, ഞാൻ എന്റെ ഒരു ജേണിയാണ് ഞാൻ പറഞ്ഞത്. അതായത് അലോട്ട്മെന്റ് പരിപാടികളൊക്കെ അവിടെ കംപ്ലീറ്റ് ആയിരുന്നു. കാരണം ഞാൻ പൈലറ്റ് ആകുമ്പോൾ എയറോനോട്ടിക്കലിന് പോകാൻ നിൽക്കുകയാണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. അപ്പോ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരു ഹോൾഡില് എനിക്ക് എന്റെ നാട്ടിലെ ഒരു ഗവൺമെന്റ് കോളേജിൽ എനിക്കൊരു സീറ്റ് ഒരു സീറ്റ് എനിക്ക് കിട്ടി. കാരണം ഗ്രാൻഡ് ഫാദർ ഒരു പാർട്ടിയിലും എല്ലാത്തിലും ഒരു ഉള്ള വ്യക്തി ആയതുകൊണ്ട് എനിക്കൊരു സീറ്റ് ഒപ്പിച്ചു തന്നു. ഞാൻ +2 സയൻസ് ആണ് പഠിച്ചതെങ്കിലും ഞാൻ പിന്നെ പഠിക്കാൻ പോകുന്നത് നേരെ കൊമേഴ്സിലോട്ടാണ്. ബികോം ഞാൻ, കാരണം എന്റെ സ്വപ്നം ഏതായാലും പോയി. പിന്നെ ഞാൻ ഡിഗ്രി എന്താന്ന് വെച്ചാൽ അതിനുള്ള ലെവലിൽ ഞാൻ നേരെ പോയി കയറിയ ഒരാളാണ്. അപ്പൊ ഡിഗ്രിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് വേറെ കോളേജിലാണ്, EME എന്ന് പറഞ്ഞ കോളേജിൽ, ഞാൻ വേറെ കോളേജിൽ. ഒരു സമയത്ത് അവൻ എന്നെ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിന്റെ വെക്കേഷനിലാണ് അവൻ എന്നെ വിളിക്കണം, മിഥിലാജ് എവിടെയെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ വേങ്ങര തന്നെ ഉണ്ട്, എന്റെ ഹോം ടൗൺ വേങ്ങരയാണ്. എന്നോട് പറഞ്ഞു വേങ്ങര വരുമെന്ന് ചോദിച്ചു. വേങ്ങര വരുന്നതിന് എന്താ പ്രശ്നം? അവന്റെ കൂടെ ഞാൻ എല്ലാ സ്ഥലത്തും പോകുന്നതാണ്. വേങ്ങര വരെ പോകുന്നതെനിക്ക് യാതൊരു പ്രശ്നവും. ഞാൻ അവന്റെ കൂടെ ബൈക്കിൽ നിന്ന് കയറി പോയ ഒരു വ്യക്തിയാണ്. ആ ഒരൊറ്റ യാത്രയാണ് ഇന്ന് എന്റെ ലൈഫ് തന്നെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരൊറ്റ യാത്ര ഇന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അന്ന് ഞാൻ ആ VOP പോയി കേട്ടു. നിങ്ങളെല്ലാവരും ഇവിടെ, ഞാൻ ഇത് ഇപ്പൊ എന്റെ ഒരു ജേർണി ഞാൻ പറയാൻ കാരണം, നമ്മളെല്ലാവരും പല മേഖലയിൽ നിന്ന്, പല ഇൻഡസ്ട്രിയിൽ നിന്ന്, പല ഏജ് കാറ്റഗറി, ഇതൊന്നും ഇവിടെ ഒരു വിഷയമല്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇവിടെ വിദ്യാഭ്യാസം അതൊരു വിഷയമല്ല, നമ്മുടെ ജെൻഡർ അതൊരു വിഷയമല്ല, നമ്മുടെ കാസ്റ്റ് അതൊരു വിഷയമല്ല, ഒന്നും വിഷയമല്ല. നമുക്കൊരു ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് അതും പ്രത്യേകിച്ച് വേണം നിർബന്ധമല്ല. അത് ഇല്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ ജോലി ചെയ്ത് പരിചയമില്ല, ബിസിനസ്സും ചെയ്ത് പരിചയമില്ല. നേരെ വരുന്ന അവസരം കേൾക്കുന്നത് ഈ ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ അവിടെ പ്രോഗ്രാം ഹോളിൽ ഇരുന്ന് പ്രോഗ്രാം കേട്ടപ്പോ ഏതൊരു മലയാളി, പ്രത്യേകിച്ച് എന്റെ വയസ്സ് അപ്പൊ 19 വയസ്സാണ്. ഞാൻ ആ പ്രോഗ്രാം കേട്ടപ്പോ എനിക്ക് മനസ്സിൽ ഓടി വന്നത്, ഓഫ് കോഴ്സ് ഏത് മലയാളി എന്താണോ ചിന്തിക്കുക അതാണ് ഞാൻ ചിന്തിച്ചത്. തട്ടിപ്പ്, കോട്ടിട്ടവൻ കള്ളൻ, അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചത്. ഹലോ, കോട്ടിട്ടവൻ കള്ളൻ, അതാണ് ഞാൻ മനസ്സിലാണ് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ആ അവസരം കേട്ട സമയത്ത് എന്നെ ആകർഷിപ്പിച്ച ഒരു കാര്യം, ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 രൂപ കിട്ടും. അതാണ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചത്. ഒരൊറ്റ പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 500 രൂപ പ്രോഫിറ്റ് കിട്ടും. ഗ്രാൻഡ് ഫാദറിന് ഡയബറ്റീസ് ഉണ്ട്, ഫാമിലി മൊത്തം ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട്. ഞാൻ പൊളിച്ചടുക്കും. ഇതാണ് ഞാൻ മനസ്സിൽ ആദ്യം ആലോചിച്ചത്. ഹലോ, 1 വിറ്റാ 500. കാരണം ഞാൻ ഒരു ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. സാധാരണ നാട്ടില് ഒരു വ്യക്തി 8-10 മണിക്കൂറും പണിയെടുത്താൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 800, 500, 600 ഈ സാലറി ബേസിലാണ് നാട്ടിലൊരു ജോലിക്ക് പോയാൽ കിട്ടുക. എന്റെ ടൈമിലുള്ള പിള്ളേരൊക്കെ പണിക്ക് പോകുന്നത് അന്ന് ഇവിടെ കാറ്ററിംഗിന്റെ പരിപാടി ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ സമയത്തൊക്കെ കാറ്ററിംഗിന് പോകും. അവരൊക്കെ വാങ്ങുന്നത് 380. ഇവിടെ എങ്ങനെ പോയാലും ലാഭം. ഒരു പ്രൊഡക്റ്റ് വിറ്റാ 500. ഇതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രസ്സ് വാങ്ങണമെന്നുണ്ടെങ്കിലോ എന്ത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഫാദറിന്റെ അടുത്ത് പണം വാങ്ങണം. അപ്പൊ നമ്മള് ഫാദറിന്റെ അടുത്ത് പണം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫാദർ പ്രവാസിയാണ്. അപ്പൊ നമ്മൾ ആരടുത്ത് പോയി പറയണം? ഉമ്മനോട് പറയണം, അമ്മനോട് പറയണം. അമ്മനോട് ചോദിച്ചാല് 500 രൂപ ചോദിക്കുന്നതിനേക്കാൾ നല്ല ചോദിക്കാത്തതാണ് നല്ലത്. കാരണം സംഭവം 500 രൂപ തരും, പക്ഷെ ആദ്യം ഒരു അരമണിക്കൂർ ഞാൻ ആദ്യം ക്ലാസ് കേൾക്കണം. ഹലോ, അല്ലോടോ, താങ്കൾക്ക് ഇപ്പോഴല്ലേ ഒരു ഡ്രസ്സ് എടുത്തത്? ആദ്യം ഒരു അരമണിക്കൂർ ക്ലാസ് എടുത്തതിന് ശേഷം എനിക്ക് ഒരു 500 രൂപ തരിക. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഈ അവസരം കേട്ടപ്പോ 500 രൂപ ഇതെന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. 4 റീറ്റെയിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 2000 രൂപ.